മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കി UDF. ജില്ലാ രൂപീകരണത്തെ എതിർത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് LDF അതിനെ പ്രതിരോധിക്കുന്നത്. ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ചരിത്രം പറഞ്ഞാണ് UDFന്റെ തിരിച്ചടി. മലപ്പുറം ജില്ലയെന്ന് പറയുന്ന ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലായിടത്തും ഈ വിഷയമാണ് UDF നേതാക്കൾ കാര്യമായി ഉയർത്തുന്നത്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും A. വിജയരാഘവനും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് നടത്തിയ സമരങ്ങൾ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചാണ് LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രചരണം. CPIMന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ല വരുന്നത് എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളുകളാണ് അവർ. അപ്പോൾ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന നിലയിൽ വർഗീയവാദികളോട് ചേർന്ന് അതിനെ എതിർത്തത് കോൺഗ്രസ് ആണ്. മലപ്പുറം ജില്ലയെ എതിർത്ത ആര്യാടൻ മുഹമ്മദിനെ എന്തിനാണ് ഇടതുപക്ഷം മന്ത്രിയാക്കിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. അദ്ദേഹത്തെ ആദ്യമായിട്ട് മന്ത്രിയാക്കിയത് കോൺഗ്രസ്, ഞങ്ങളല്ലല്ലോ, UDF അല്ലല്ലോ. നായനാർ മന്ത്രിസഭയിലാണല്ലോ ആര്യാടൻ സാർ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്. ഇന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 50 കൊല്ലം മുമ്പത്തെ 70 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടാണ് മറുപടി പറയുക. മുഖ്യമന്ത്രിയുടെ പരാമർശം UDF ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. മീഡിയ 1 നിലമ്പൂർ.